പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മാർച്ച് മാസം 30 ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ. ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തിയത്. എത്ര അതിശയകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ നടത്തി. ഈ മാസത്തിൻ്റെ ഈ അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ഈ മാർച്ച് മാസം അതിശയമായി നടത്തിയത് ഓർക്കുക. നമുക്ക് കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്താലും നിങ്ങളെല്ലാവരും കൈകൾ ഉയർത്തിക്കുക. എന്നിട്ട് പറ, കർത്താവേ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നൽകിയ നല്ല ഉറക്കത്തിന് കൈകൾ ഉയർത്തിയിട്ട് പറയും, കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കർത്താവ് നമ്മളെ ഉണർത്തിയതിന് ആ കൈ ഉയർത്തിയിട്ട് പറ, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നത് ഓർക്കുമ്പോൾ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഇനിയും ഞങ്ങളെ നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് വിടുവിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് വിശ്വസ്ത ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് മതിയായ ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നുപ്പാ, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു 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 പിതാവേ. ഈ പ്രഭാതം ഞങ്ങളുടെ പ്രാണപ്രിയനെ ഞങ്ങൾ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മറുപടി അയക്കുന്നവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളെ വിടുവിക്കുന്ന ഞങ്ങളുടെ പിതാവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളെ ഉയർത്തുന്നവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളെ മാനിക്കുന്നവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. സങ്കീർത്തനക്കാരൻ പറയുക, 9-ാം സങ്കീർത്തനം ആരംഭവാക്യത്തിൽ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, കർത്താവിൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. ഞാൻ കർത്താവിൽ സന്തോഷിച്ചുല്ലസിക്കും. അത്യുന്നതനായുള്ളവേ, ഞാൻ അങ്ങയുടെ നാമത്തെ കീർത്തിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ അതെല്ലാവരും തന്നെ റെഡിയായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കേട്ടോ. ആരും അശ്രദ്ധരായി നിൽക്കാതെ. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലവും രാത്രികാലവും ഒക്കെ ഞങ്ങളെ കരുതിയ കൃപകൾക്ക് ഒരിക്കലൂടെ സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിൽ ഇന്ന് പകൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുക്രിസ്തുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ആമേൻ. എല്ലാ ജോയിൻറ്റ് പെയിനുകളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. മസ്കുലാർ പെയിനുകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ശരീരത്തിലുള്ള വേദനകൾ പ്രത്യേകിച്ച് ഹല്ലേലൂയ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. കുഞ്ഞുങ്ങൾ മസിൽ പെയിനാൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അപ്പൻ്റെ കൈകളിലേക്ക് തരുന്നു. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ കർത്താവേ, ലങ്സിനകത്ത് വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അമേൻ. അതുപോലെ തന്നെ കർത്താവേ, അമേൻ അമേൻ. നട്ടലിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലഡ് വർക്കുകൾ നോർമലായി തീരട്ടെ. അതുപോലെ കർത്താവേ, ജോലിയില്ലാത്തവർക്ക് വഴികൾ തുറക്കുന്ന ദൈവത്തിന് സ്തോത്രം. ചെങ്കടൽ പിളർന്നതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങൾക്കായി വാതിലുകൾ തുറന്നു വരട്ടെ. സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകട്ടെ. ആത്മനിറവിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ നിന്റെ കുഞ്ഞുങ്ങൾ നിറയട്ടെ. അതുപോലെ കർത്താവേ, ഞങ്ങൾ പ്രഭാതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും ഇന്ന് ആരാധന നടക്കുമ്പോൾ വലിയ ഉണർവുണ്ടാകണമേ. ആത്മാവിൻ്റെ പകർച്ചയുണ്ടാകണമേ. വലിയ ആത്മശക്തി വ്യാപരിക്കണമേ. കർത്താവേ, സാധാരണ ഒരു യോഗങ്ങളായി തീരാതെ ഉണർവ് യോഗങ്ങളായി മാറട്ടെ. ആത്മപകർച്ചയുടെ ദിവസങ്ങളായി മാറട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നാളെ മുതൽ തുടങ്ങുന്ന സ്പെഷ്യൽ മീറ്റിങ്ങുകളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതെല്ലാം വലിയ
അനുഗ്രഹമായി തീരുവാൻ അമേൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ കർത്താവ് ഇടവരുത്തുന്നതിന് സ്തോത്രം. പരിശുദ്ധാത്മാവും ദൈവം പ്രവർത്തിക്കുന്നതിന് നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രത്യേക ഗ്രേസ് എല്ലാവരുടെയും കൂടെ ഉണ്ടാകട്ടെ. ഓർപ്പിക്കുവാനുള്ളത്, കർത്താവ് അനുവദിച്ച നാളെ മുതൽ നമ്മുടെ സ്പെഷ്യൽ മീറ്റിങ്ങുകൾ ആരംഭിക്കുകയാണ്. നാളെ 31-ാം തീയതി വൈകിട്ട് ഇന്ത്യൻ സമയം 8 മണിയാകുമ്പോൾ നമ്മുടെ മീറ്റിങ്ങുകൾ ആരംഭിക്കും. അത് ആരംഭ ദിവസം. രണ്ടാമത്തെ ദിവസം യൂത്ത് കോൺഫറൻസാണ്. ചൊവ്വാഴ്ച രാവിലെ ഇവിടുത്തെ ഇന്ത്യൻ സമയം 11:30 മുതൽ രാത്രി 11 മണി 11:30 വരെ കാണും. അപ്പം പല സെക്ഷനുകളായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 11-12 വയസ്സ് മുതൽ പ്രായമുള്ള 30-35 വയസ്സ് വരെയുള്ളവർക്ക് പങ്കെടുക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായിരിക്കും. ആരും മിസ് ചെയ്യല്ല. അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഈവനിങ്ങിലും വെള്ളിയാഴ്ചത്തെ സഭായോഗങ്ങളിലും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അരുൾ തോമസ് ഡൽഹിയിൽ നിന്ന് വരുന്നു. അദ്ദേഹം ശുശ്രൂഷിക്കും. പ്രാർത്ഥിക്കണം, പങ്കെടുക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. ആരും മിസ് ചെയ്യില്ല കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന, ആമേൻ, എങ്ങനെ നമുക്ക് നമ്മുടെ കർത്താവിനെ വേണ്ടുന്ന വണ്ണം ആരാധിക്കാം എന്നുള്ളതാണ്. ആമേൻ. സങ്കീർത്തനക്കാരൻ 147-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, യഹോവയെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. അപ്പം ദൈവത്തെ ആരാധിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് അത്യാവശ്യമാണ്. ആരാധിക്കുന്ന ഒരു രീതിയുണ്ട്, ആരാധനയ്ക്കൊരു സിസ്റ്റമുണ്ട്. നമ്മളത് ഫോളോ ചെയ്യണം എപ്പോഴും. പലപ്പോഴും നമ്മളത് തിരിച്ചറിയാറില്ല. ആമേൻ, ആമേൻ. എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. എന്താണ് ആരാധനയെന്ന് മനസ്സിലാക്കാതെ ആമേൻ നമ്മൾ ആരാധിക്കുന്നത് കാരണം അതിൻ്റെ അനുഗ്രഹങ്ങളും പ്രയോജനങ്ങളും നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുന്നില്ല. എന്നാൽ എന്താണ് ആരാധന? ആരാധന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നന്മ, ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ ദയ എന്നിവയെക്കുറിച്ച് നമ്മൾ വർണ്ണിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിന് വില മതിക്കുന്നതാണ് ആരാധന. അതവൻ്റെ സ്വഭാവത്തോടുള്ള ആ ദൈവിക സ്വഭാവത്തോടുള്ള വിലമതിപ്പ്. അതിനാൽ അവൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ ഏറ്റുപറയുന്നതും ആണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ദൈവത്തിന് നന്ദി പറയുകയും കർത്താവേ അങ്ങ് നല്ലവനാണ്, അങ്ങ് ദയയുള്ളവനാണ്, അങ്ങനെ അനുഗ്രഹിച്ചതിന് സ്തോത്രം, അങ്ങ് നീതിമാനാകുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ നാം ദൈവത്തിൻ്റെ സ്വഭാവത്തെയാണ് വർണ്ണിക്കുന്നത്. ഹല്ലേലൂയ. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആരാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയുക. ഇപ്പം 145-ാം സങ്കീർത്തനം എടുത്തു നോക്കി. 145-ാം സങ്കീർത്തനം വേദോസ്തമുള്ളവരൊക്കെ ഒന്ന് എടുത്തു നോക്കി. അതിനകത്ത് പറയുന്നു, എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ അങ്ങയെ പുകഴ്ത്തും, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും, നാൾ തോറും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, അവൻ്റെ മഹിമ അഗോചരമത്രേ. അതിന് 8-ാമത്തെ വാക്യം പറയുന്നു, യഹോവ കരുണയും ദീർഘക്ഷമയും ഉള്ളവൻ തന്നെ. എന്നിട്ട് പറയാം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവേ നിൻ്റെ സകല പ്രവൃത്തികളും നിനക്ക് സ്തോത്രം ചെയ്യും. കർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയും, കർത്താവിൻ്റെ അവനെ പ്രശംസിക്കുക. നിൻ്റെ 13-ാമത്തെ വാക്യം, നിൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു, നിൻ്റെ ആധിപത്യം തലമുറയായിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കണം. 14-ാമത്തെ വാക്യം പറയുന്നു, വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ കർത്താവ് നിവർത്തുന്നു. ആമേൻ. അപ്പം അതിന് ഇനി 146-ാം വാക്യം പറയാനോ, യഹോവയെ സ്തുതിപ്പീൻ, എന്മയമേ യഹോവയെ സ്തുതിക്കുക, ജീവനുള്ള ഇന്ന് ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ആമേൻ. എന്നിട്ട് പറയുക, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന് വരുത്, അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, യാക്കോബിൻ്റെ ദൈവം സഹായമായി, നമ്മുടെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ആകാശവും ഭൂമിയും സമുദ്രവും ഭൂമിയിലെ സകലവും ഉണ്ടാക്കി, അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു, പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ ദൈവത്തെ ആരാധിക്കുക. വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവയെ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. അത് 146-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചു. 147-ാം സങ്കീർത്തനം വന്നപ്പോഴും 3-ാം വാക്യം പറയുന്നു, അവൻ മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ കെട്ടുന്നു. കർത്താവിൻ്റെ സ്വഭാവമായി പറയുന്നു, അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയൊക്കെയും പേർ വിളിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല. യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു, അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവീൻ, ആമേൻ. കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് ആമേൻ കീർത്തനം ചെയ്യുവീൻ. 9-ാമത്തെ വാക്യം, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ ആഹാരം കൊടുക്കുന്നു. അപ്പം ഈ
ഇങ്ങനെ നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. കർത്താവിൻ്റെ നന്മകളെ വർണ്ണിച്ചുകൊണ്ട് ആരാധിക്കുമ്പോഴാണ് ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ആമേൻ. പലപ്പോഴും നമ്മളത് ചെയ്യാറില്ല. നമ്മൾ ആമേൻ കർത്താവിൻ്റെ നന്മയ്ക്കും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന കരുതലിനും അനുഗ്രഹങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്ത എല്ലാ അത്ഭുതകരമായ കാര്യങ്ങൾക്കും നമ്മൾ അവനോട് നന്ദി പറയണം. അതും ആരാധനയുടെ ഭാഗം. നമ്മൾ കർത്താവിൻ്റെ നന്മയെക്കുറിച്ച് വർണ്ണിച്ചു, കർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വർണ്ണിച്ചു, കർത്താവ് ആരാണെന്ന് പ്രകീർത്തിച്ചു, കർത്താവ് എന്തൊക്കെ ചെയ്യുമെന്ന് പ്രകീർത്തിച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ എപ്പോഴും എന്ത് ചെയ്യണം? ഓർത്ത് സ്തോത്രം പറയണം. അപ്പം പാട്ടുകൾ പാടുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒത്തിരി പാട്ടുകൾ നമുക്കുണ്ട്, പക്ഷെ ആരാധനയ്ക്ക് പാടേണ്ട പാട്ടുകളുണ്ട്. ആമേൻ. ആ പാട്ടുകൾ മാത്രം ആരാധനയ്ക്ക് പാടുക. ആമേൻ. അല്ലാതെ സാമാന്യ ഗീതമുണ്ട്, പല പല സാഹചര്യങ്ങളിൽ പാടുന്ന പാട്ടുകൾ നമുക്കറിയാം. നമ്മൾ ആരാധനയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പാട്ടുകളൊക്കെ തന്നെ പാടും. ഒരിക്കലും പാടരുത്. അങ്ങനെ പാടുമ്പോൾ അവിടെ ആരാധന വെളിപ്പെടുന്നില്ല. ആരാധനയ്ക്ക് ആരാധനയുടേതായ പാട്ടുകളുണ്ട്, സ്തുതിഗീതങ്ങളുണ്ട്, മഹത്വപ്പെടുത്തുന്ന പാട്ടുകളുണ്ട്. അതാണ് നമ്മൾ പാടേണ്ടത്. എപ്പോഴും ആരാധന എപ്പോഴും ദൈവത്തിൻ്റെ ഒരു വലിയ വെളിപ്പെടുത്തലാണ്. ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി കൊണ്ടുവരുന്നതാണ് ആരാധന. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ശ്രദ്ധയോടെ ആരാധിക്കണം. ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ. ആമേൻ. ദൈവത്തിന് മാത്രമേ സ്തുതി കൊടുക്കാവുള്ളൂ. അങ്ങനെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റണം. അപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഞാൻ റിയലി ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? ദൈവത്തെ ഉയർത്തുന്നുണ്ടോ? ദൈവിക നന്മകളെ വർണ്ണിക്കുന്നുണ്ടോ? ഇത് നമ്മൾ ഓർത്ത് വേണം ദൈവത്തെ ആരാധിക്കാൻ. കേട്ടോ? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആരാധനയുടെയും പ്രൈസ് ആൻഡ് വർഷിപ്പ് ടൈം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. തിരിച്ചറിവോടുകൂടെ ആ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ വലിയ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ കഴിയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.